അപ്പൊ പണിക്കര് പറഞ്ഞത് ലൈൻ വേറെയാണ്, ആചാര്യ വിചാരിച്ച ലൈൻ വേറെയാണ് എന്ന് പറഞ്ഞ മാതിരി ഇതങ്ങനെയുള്ള കണിയാനൊന്നുമല്ല, നല്ല സുപ്രസിദ്ധനായ എല്ലാ സംഭവങ്ങളും പഠിച്ച് ലെവലാക്കിയ ഒരു കണിയാനാണ്. മൂപ്പര് വന്ന് കവടി നിരത്തിയിട്ട് പറയാണ്, മൂപ്പര് വന്ന് കവടി നിരത്തിയിട്ട് ഇങ്ങനെ നോക്കണുണ്ട്. നോക്കണതിന്റെ അടിയിൽ ഇവളെ കൂട്ടുകാരികള്, എന്റെ ഭാര്യന്റെ കൂട്ടുകാരികൾ വന്നിട്ട് പറയാണ്, ഇവള് നല്ല പാട്ടുകാരത്തിയാണ്. നല്ല പാട്ടുകാരത്തി ആയതുകൊണ്ടാണ് എന്റെ പാട്ടിൽ ഇവള് മയങ്ങാൻ കാരണം. പാട്ടിന് ഇവക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവള് ബദർ, ഒഹദ്, ഖന്തക്ക്, ഹുനൈന്, മക്കം ഫത്ത് ഇങ്ങനെയുള്ള യുദ്ധ ചരിത്രങ്ങൾ, പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പാടും. ഇവളമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഇവളെ കൂട്ടുകാരികൾ പറയാണ്, മുല്ലപ്പൂമാല കൊടുത്ത് പൂന്തോപ്പിൽ നിന്നോളല്ലേ, മോഹത്താലെ മധുരമാല പാടി രസിച്ചോളല്ലേ, പട്ടുകിടക്ക വിരിച്ച് കിടന്നോളല്ലേ, പട്ടുകിടക്ക വിരിച്ച് കിടന്നോളല്ലേ, നേരം വെളുത്തപ്പോ കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം വെളുത്തപ്പം കാണുന്നില്ല. സംഗതി അങ്ങനെയൊക്കെയാണ്. ഞാന് 2 ഭാര്യമാരായതുകൊണ്ട് എനിക്ക് ചെറിയ ഒരു സാമ്പത്തിക ഞെരുക്കം, ശാരീരിക ഞെരുക്കമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമല്ല, നാട്ടുകാരുടെ ഇടയിൽ നമ്മള് ചളിയാകാൻ, ഇതിലേറെ നാണക്കേടാകാൻ മറ്റൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല. സംഗതി ഞാനാകെ മൂഡ് ഓഫ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതില് ഇവിടെ താഴെയുള്ള ഒരു +2 പഠിക്കുന്ന ഒരു ആങ്ങളച്ചക്കൻ ഉണ്ട്. ആങ്ങളച്ചക്കൻ വന്നിട്ട് പറയാണ്, ആരോരും അറിഞ്ഞില്ല, അറിഞ്ഞോലും തരഞ്ഞില്ല, പാട്ട് കെട്ടിട കാതറിഞ്ഞ് കാണുന്നില്ല, ആരോരും അറിഞ്ഞില്ല, അറിഞ്ഞോലും തരഞ്ഞില്ല, പാട്ട് കെട്ടിട കാതറിഞ്ഞ് കാണുന്നില്ല, നേരം കറുത്തിട്ടും കാണുന്നില്ല, കുഞ്ഞിപ്പാത്തുമ്മാനെ കാണുന്നില്ല, കോഴിക്കോട്ടങ്ങാടിയിൽ കോളിളക്കം, കോപ്പുള്ള തറവാട്ടിൽ കുഞ്ഞാലി തറവാട്ടിൽ നേരിപ്പാത്തുമ്മാനെ കാണുന്നില്ല, നേരം കറുത്തിട്ടും കാണുന്നില്ല. ഇവിടെ നമ്മളെ ബീരാക്കാന്റെ ഒരു മകനുണ്ട്, ഖാദർ പറഞ്ഞിട്ട്. നിങ്ങള് നേരത്തെ അന്വേഷിച്ച ദെബൂട്ടുകാരൻ ബീരാക്കാന്റെ ഒരു മൂത്ത മോണ്ട് ഖാദർ. മോന് ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം ഇവിടെ ആരും ഈ പരിസരത്ത് കണ്ടോലില്ല. അപ്പൊ ഇവന് പാട്ട് എഴുതുന്ന ആളാണ് ഖാദർ. അപ്പൊ ഇവിടെ ആങ്ങളാ പറഞ്ഞു, എന്നാലിഞ്ഞ് കൂടുതൽ തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. അപ്പോ പാട്ട് പാടുന്നവരോടും പാട്ട് എഴുതുന്നവരോടും പണ്ടേ ഇവക്ക് ഒരു താല്പര്യമുണ്ട്. കൊണ്ടോട്ടി നേർച്ചീന്ന് ഒരു പാട്ട് കേട്ടാണല്ലോ ഇവന്റെ ബലയിലോള് വീണത്. അതേമാതിരി ഖാദർ വല്ല പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഖാദറിനേറ്റ് ലൈനാക്കിക്കാണ്ട് ഇവന് വേറെ ഭാര്യയുള്ള വിവരം മോളെ എങ്ങനെങ്കിലും മണത്തറിഞ്ഞിട്ടുണ്ടാവും. ഖാദറിന് ഇപ്പൊ വേറെ ഭാര്യയും കുട്ടികളും ഒന്നുമില്ലല്ലോ. അതില് മൂത്തളിയാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യ്, ഇതൊന്നും ഞങ്ങൾക്കും തരാല്ല, ഞങ്ങളൊന്നും അനക്കും തരാല്ല, ഇജ് തൽക്കാലം ഓളെ മൊയ് ചെല്ലിക്കളാ. അങ്ങനെ വെള്ളത്തിന്ന് കിട്ടിയത് വെള്ളത്തിൽ തന്നെ പോയി പറഞ്ഞു പണ്ട് പാൽ കച്ചവടക്കാരൻ. ആ കഥ കേട്ടിരുന്നു? പണ്ടൊരു പാൽ കച്ചവടക്കാരൻ പാലില് പകുതിക്ക് പകുതി വെള്ളം ചേർത്ത് കാണ്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി. മൂപ്പർക്ക് ഒരു തോന്നല്, ഒരു എരുമയും കൂടി വാങ്ങണം, എന്നാ വരുമാനം ഒന്നും കൂടി വർദ്ധിപ്പിക്കാം. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എരുമ എടുക്കാൻ വേണ്ടി മൂപ്പരിങ്ങനെ പോവുകയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരി വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ചന്തക്ക് നടന്നു പോകലാം.
നടന്ന് ചന്തക്ക് പോണ വഴിയിൽ മൂപ്പര് ഉച്ച സമയത്തൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. അപ്പൊ ആ മരത്തിന്റെ അടുത്ത് ആ തണലത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ആ പരിസരത്ത് കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, ഒരു ചോല. ഈ അരുവിന്ന് മൂപ്പര് ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് മൂപ്പര് പണസഞ്ചി അവിടെ വെച്ച് മൂപ്പര് ഈ അരുവിക്ക് ഇറങ്ങി എന്നല്ല, മൂപ്പര് കയ്യും മുഖമൊക്കെ കഴുകൽ തുടങ്ങിയപ്പോഴേക്ക് എന്ത് ചെയ്തു, ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുറച്ച് കൊരങ്ങന്മാര് ഇറങ്ങി വന്നാണ് മൂപ്പരെ പണസഞ്ചി എടുത്ത് മരത്തിന്റെ മുകളിൽ കേറി പോയപ്പോ ഇയാൾ ആകെ അന്തം വിട്ടു. പടച്ചോനെ എന്താ പഞ്ഞി ചെയ്യാ? ഇയാള് കൊറേ കയ്യാട്ടി നോക്കി. അപ്പൊ കൊരങ്ങന്മാര് ഈ സഞ്ചിയുടെ മരക്കൊമ്പത്ത് വെച്ചാണ്ട് ഓലും ഇങ്ങനെ കയ്യാട്ടം തുടങ്ങി. പിന്നെ ഇയാളൊരു വടി ഒടിച്ചുകാണ്ട് കൊരങ്ങന്മാര് എറിയാൻ തുടങ്ങി. കൊരങ്ങന്മാര് മരത്തുമെന്ന് വടി ഒടിച്ച് ഇയാളങ്ങട്ട് എറിയാൻ തുടങ്ങി. അതിൽ ഇയാൾക്ക് മനസ്സിലായി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്താലും കൊരങ്ങന്മാരത് ചെയ്യും. അതിൽ ഇയാൾ എന്ത് ചെയ്തു, പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഇയാളെ പോക്കറ്റിൽ. അതിന്ന് കുറച്ച് പൈസ എടുത്ത് കണ്ട് മരത്തിന്റെ മുകളിൽ എറിഞ്ഞപ്പോ ഈ പണസഞ്ചി കെട്ടയച്ചു കാണ്ട് കൊരങ്ങന്മാരാ പണസഞ്ചിന്ന് ഒരു കുറുപ്പ്യ അങ്ങോട്ട് എടുത്ത് നോട്ട്. അതിൽ ഇയാള് പിന്നെയും ഒരു നോട്ടും കൂടി എടുത്ത് അതിൽ പിന്നെയും കൊരങ്ങന്മാര് ഒരു നോട്ടും കൂടി ഇങ്ങോട്ട് എറി. അങ്ങനെ ഈ നോട്ട് എറിഞ്ഞ് കളിക്കണ ഈ സമയത്ത് എന്തുണ്ടായി എന്ന് ചോദിച്ചാല് പകുതി നോട്ട് കരയിലും വീണു, പകുതി നോട്ട് വെള്ളത്തിലും വീണു. ഇയാള് ആ എരുമെടുക്കാൻ കൊടുന്ന 1000 ഉറുപ്പ്യന്ന് 500 ഉറുപ്പ്യ ഇയാൾക്ക് കിട്ടി. 500 ഉറുപ്പ്യ അരുവിയിൽ വീണ് ഒലിച്ചുപോയി. അപ്പൊ ഇയാള് പറഞ്ഞ പോലെ സാരല്ല, വെള്ളത്തിൽ നിന്ന് കിട്ടിയ വെള്ളത്തിൽ തന്നെ പോയി എന്ന് വിചാരിച്ചാ മതി എന്ന് പറഞ്ഞ മാതിരി ഗാനമേളക്കെന്ന് പാട്ട് കേട്ടുകാണ്ട് കിട്ടിയ ഭാര്യ അങ്ങനെ പോയി എന്ന് കണക്കൂട്ടിയാ മതി. വേറൊന്നും ഇപ്പൊ അതിൽ ചിന്തിക്കാനില്ല. ഏതായാലും ഞാന് അന്ന് രാത്രി തന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നാണ്. പിന്നെ ഇതുവരെ കുഞ്ഞാലിത്തറവാട്ടിക്ക് ഞാൻ നോക്കിയിട്ടില്ല. മനസ്സിലായോ? എന്റെ ഭാര്യ എന്തായി, ഫാദർ എന്തായി, ഇതൊന്നും ഒരു കൊടുത്തോ എനിക്ക്. വലിയ അളിയൻ പറഞ്ഞ അനുസരിച്ച് മൊഴിയും കൊടുത്ത് ഞാൻ എടുക്കും. മനസ്സിലായോ?